ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്നൊരു മസാല ബ്രെഡ് തയ്യാറാക്കിയാലോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല മൊരിഞ്ഞിരിക്കുന്ന ഒരു ബ്രെഡ് ഫ്രൈൻ്റെ റെസിപ്പി എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 4 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നടുകെ ഒന്ന് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് മുക്കി പൊരിക്കാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചെടുക്കാം. ഇനി 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂണ് ചിക്കൻ മസാലൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത്. അത് ചേർത്തി കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ തന്നെ റെഡ് ചില്ലി ഫ്ലേക്സും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കൂടരുതേ, കുറച്ച് മാത്രം ഇട്ടാൽ മതി. മുട്ടയും ബ്രെഡും ആണ്, അപ്പോൾ ഉപ്പ് നല്ലവണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതിട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനൊരു പാത്രത്തിലേക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡിൻ്റെ പീസും നമ്മൾ ഈ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ മുക്കിയെടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ ക്രംസിലിട്ടിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ കോട്ടാകുന്ന രീതിയിൽ തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണേ. അങ്ങനെ നല്ലവണ്ണം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ മുട്ടയിലും ബ്രെഡിൻ്റെ ക്രംസിലും മുക്കിയിട്ട് കോട്ട് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഓരോ ബ്രെഡിൻ്റെ പീസും നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടിൽ തന്നെ ഓരോ പീസും ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണേ. കാരണം ബ്രെഡും ബ്രെഡ് ക്രംസും ആണ്, അപ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ്. എന്നിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം. അങ്ങനെ ഒരു വശമാകുമ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡും മുട്ടയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രെഡ് മസാലൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതാ എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കോരി മാറ്റും ചെയ്യണേ. അങ്ങനെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാം. ഇനി വേണമെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.